രാജ്യത്തിന്റെ ഭരണനിർവഹണ സംവിധാനങ്ങളിൽ നിന്നും യുവജനങ്ങൾ പിന്മാറുകയാണെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA പറഞ്ഞു. രാഷ്ട്രീയത്തിലെ മോശം പ്രവണതകളിൽ യുവജനങ്ങൾ അസംതൃപ്തരാണ്. ജനാധിപത്യ ഭദ്രതയെ വർഗീയതയും പണാധിപത്യവും ഹൈജാക്ക് ചെയ്യുമ്പോൾ യുവജനങ്ങളാണ് ഇതിനുള്ള മറുപടി നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പരമപ്രധാനമായ ഒരു കാര്യമാണ് ഭരണനിർവഹണം. ആ ഭരണനിർവഹണത്തിന്റെ കീഴിലാണ് മറ്റെല്ലാം വരുന്നത്. വിദ്യാഭ്യാസ പ്രക്രിയ ആണെങ്കിലും മറ്റെല്ലാ എക്സിക്യൂട്ടീവ് ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാ ജുഡീഷ്യൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാ ലാൻഡ് ഓർഡർ ഇഷ്യൂ ആണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണമാണെങ്കിലും എല്ലാ കാര്യങ്ങളും. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ഏറ്റവും മുഖ്യധാരയിൽ നിൽക്കേണ്ട ആ പ്രവർത്തനത്തിൽ വേണ്ടത്ര ഒരു താല്പര്യവും ഭാഗഭാഗിത്വവും ഇടപെടലും നമ്മുടെ യുവതലമുറ കാണിക്കുന്നില്ല എന്ന വലിയൊരു പരാതിയുള്ള ജനപ്രതിനിധിയാണ്. എന്തുകൊണ്ടാ സാഹചര്യത്തെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ കാണുന്ന ഒട്ടേറെ അനപരിഷ്ണീയമായ പ്രവണതകളിൽ മനം മടുത്തിട്ടാവാം, അല്ലെങ്കിൽ ഡോക്ടർ ജോൺസനാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്ന പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടർ. അരുവിത്തറ സെന്റ് ജോർജസ് കോളേജ് പൊളിറ്റിക്സ് വിഭാഗം സംഘടിപ്പിച്ച നാഷണൽ യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമസഭയുടെ നടപടിക്രമങ്ങളും കീഴ്വഴക്കങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത അൽഫോൺസ അലക്സിനെ അദ്ദേഹം ആദരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിബി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രൊഫസർ റവറൻ ഫാദർ ബിജു കുന്നക്കാട്ട്, പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ തോമസ് പുളിക്കൻ, അധ്യാപകരായ സിറിൽ സൈമൺ, അനി ടോം തുടങ്ങിയവർ സംസാരിച്ചു. പാർലമെന്റിലെ ചോദ്യോത്തരവേളയും സഭാ നടപടികളും ചർച്ചകളും വോക്കൌട്ടുമെല്ലാം അവതരിപ്പിച്ച പാർലമെന്റ് സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ബില്ലും അടിയന്തര പ്രമേയങ്ങളും അവതരിപ്പിച്ചു.